എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പ്ലീസ്. ഇതിങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കും. അപ്പോൾ പിന്നെ വരത്തില്ല. സ്പോർട്സ് ബ്രാ ഇങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കും. ഒരാൾ അയ്യോ എൻ്റെ ചേച്ചി ഇത്രയ്ക്കും തരം താഴ്ന്നോ എന്നൊക്കെ ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ഈ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഫാമിലി വന്നിരുന്നു. ഞങ്ങൾ 8 വർഷത്തിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം ഫുൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് ഒരു അപ്ഡേറ്റ്സും ഇല്ലാത്ത. എൻ്റെ വെയിറ്റ് ലോസിനെ പറ്റിയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം പറയാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ആക്ച്വലി പലർക്കും കോമഡി ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരിക്കലും അല്ല. ലേഡീസിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ പറയത്തില്ല, വെരി യൂസ്ഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം എനിക്കിത് ഇത്ര നാൾ അറിയത്തില്ലായിരുന്നു. ഓക്കെ, സോ ദ ടോപ്പിക് ഇസ് സ്പോർട്സ് ബ്രാ. ഗേൾസ് ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്പോർട്സ് ബ്രാ യൂസ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ലേഡീസ് ആഫ്റ്റർ ഡെലിവറി. അറിയാലോ, നമുക്ക് ഭയങ്കര ബൗൺസിങ് ആയിരിക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്പോർട്സ് ബ്രാ ഇടും അല്ലേ. ഇതിടാൻ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഊരണ്ടേന്നൊട്ട് മിക്ക ആൾക്കാർക്ക് അറിയത്തില്ല. ആക്ച്വലി എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നോർമലി ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഊരുമ്പോൾ സ്റ്റക്കാവും. പിന്നെ ഈ കൈ വെച്ച് വലിച്ചോ ഒന്നില്ലെങ്കിൽ അത് കീറും, അല്ലെങ്കിൽ കുറേ നേരം മെനക്കെട്ടിട്ടാണ് ഇത് പുറത്തേക്ക് എടുക്കുക. അപ്പോഴേക്കും എനിക്ക് നല്ല പോലെ കൈ വേദനിക്കുമായിരുന്നു കേട്ടോ. അത് ആക്ച്വലി ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പ്ലീസ്. നമുക്കത് യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പോർട്സ് ബ്രാ ഇതാണ് കേട്ടോ. ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചതാ. കണ്ടോ, ഇങ്ങനെ ക്രോസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നോർമലി നല്ല എക്സ്ട്രാ സപ്പോർട്ട് വരുന്നതെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. നോർമൽ ബ്രാ മാത്രമോ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുക, ഉരുക്കളയുക. ബട്ട് ഇത് ഇങ്ങനെയല്ല. നല്ല ഒരെണ്ണം വരുമ്പോൾ ഈ പാറ്റേൺ ആയിരിക്കും. സോ ഞാൻ ഇത് ഇട്ടത് കാണിക്കണോ? ഇന്നലെ ആക്ച്വലി ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളോട് ഇവിടെ പറഞ്ഞു, നാളെ നമുക്ക് സ്പോർട്സ് ബ്രാ ഇങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കും. ഒരാൾ അയ്യോ എൻ്റെ ചേച്ചി ഇത്രയ്ക്കും തരം താഴ്ന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്കലായിരുന്നു കേട്ടോ. ശരി, അത്രയും ചളുപ്പമുള്ള ടോപ്പിക്കാണ്, പക്ഷേ കുഴപ്പമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ അല്ലേ. സോ ഞാൻ ഇപ്പോൾ സൂപ്പർമാനെ പോലെ ഇത് പുറത്തിട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ആ സൂപ്പർ വുമൺ ആയാ. എൻ്റെ വെയിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമേ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയാണ് ഈ സാധനം ഇടാം. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ വരും. നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, ഇതിവിടെ ഇങ്ങനെ ഊരിയിട്ട് പിന്നെ തുടങ്ങും ഗുസ്തി. ഇതിങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കും. അപ്പോൾ പിന്നെ വരത്തില്ല, ലോക്കായി പോവും. അങ്ങനെ ഇത് ഇത്രയും കൂടെ ആക്ച്വലി ലൂസാണ്. പക്ഷേ നോർമലി ഇത് വെച്ചൊരു യുദ്ധമാണ് ഇവിടെ നടക്കാറ്. ഇവിടെ നിന്നല്ല, പലരും ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, യുദ്ധമാണ്. സോ ഇതിൻ്റെ വളരെ ഈസി ടിപ്പ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹായ് ടേക്കിംഗ് എ വീഡിയോ. ഓക്കെ, ഇപ്പോൾ വരാം. ഓക്കെ, സോ അതെങ്ങനെയാണ് വരാമെന്നറിയോ, വെരി ഈസി. ഫസ്റ്റ് തിങ്, മോനെ ഷൗട്ട് ചെയ്യല്ലേ കണ്ണാ, ഇതാ ഇതിവിടെ നിന്ന് ഇങ്ങനെ ഊരി ഒരു കൈ ഔട്ട്. ഇനി ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. വളരെ ഈസിയായി. ഇത്രയേ ഉള്ളൂ, ഇത്രയ്ക്ക് പണിയുള്ളൂ. ഇതിനാണ് ഞാനിവിടെ കിടന്ന് ഇങ്ങനെ ഒരു കൈ ഊരി ഇതൂരി വലിച്ചൂരി. ഇടയ്ക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റാണ്ടാവുമ്പോൾ ഞാൻ ഞാനിങ്ങനെ ലോക്കായി നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പിച്ചുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരെ ഊരിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പറ്റാണ്ടായപ്പോൾ ഫ്രണ്ട് ഓപ്പൺ മേടിക്കും. ഫ്രണ്ട് ഓപ്പൺ അല്ലെങ്കിൽ ബാക്ക് ഓപ്പൺ, അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനഫ് സപ്പോർട്ട് കിട്ടത്തില്ല. സോ ഇതാണ് ആ ടിപ്പ്. എല്ലാവരും പറഞ്ഞില്ലേ. ഓക്കെ, ഞാനിതൊരു ദിവസം ഊരി കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ജിമ്മിലൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ നല്ല പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ സുംബയൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ ചാടുമ്പോൾ ഭയങ്കര ബൗൺസിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. പിന്നെ നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇതിങ്ങനെ കിടന്ന് എന്നിട്ട് പോകുമ്പോൾ. എന്തിനാ ചിരിക്കുന്നേ? അതൊരു ഫാക്റ്റാണ് അല്ലേ, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണത്. ഇത്തിരി വിഷമമുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ കുറയ്ക്കും. ഓക്കെ, ഇനി കമ്മിങ് ടു മൈ വെയിറ്റ് ലോസ്. 4 കിലോ ആണ് ഞാൻ കുറഞ്ഞത്. ഞാൻ 78 ആയിരുന്നു, ഇപ്പോൾ 74. പക്ഷേ ഈ 4 കിലോ കുറഞ്ഞത് എനിക്കൊരു ഓസ്കാർ കിട്ടിയ ഫീലാണ്. കാരണം എൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. ഞാൻ വർക്കൗട്ടൊക്കെ തുടങ്ങിയപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു.
സോ ഞാൻ ഫുഡ് ഡയറ്റിലേക്ക് തീരെ പോയിട്ടില്ല. ഞാൻ ജിമ്മിലൊക്കെ പോയപ്പോൾ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുമല്ലേ, അതെൻ്റെ മിൽക്ക് സപ്ലൈനെ നന്നായി ബാധിച്ചിരുന്നു. സോ എൻ്റെ പേരൻസ് എന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്നെ 6-7 നേരമൊക്കെ എനിക്ക് ഫുഡ് തന്നുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മയാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ എന്നെ കൊണ്ട് ഓരോ ഗ്ലാസ് മിൽക്ക് കുടിപ്പിക്കും. അപ്പോൾ അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് 4 കിലോ കുറയ്ക്കാൻ പറ്റി. സോ അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. സോ ഞാൻ ഇനി വെയിറ്റ് ലോസ് വർക്കൗട്ട്സ് ഒക്കെ ആയിട്ട് വരാം. ഞാൻ കുറച്ച് ഓഫ് എടുത്തേക്കായിരുന്നു കേട്ടോ, കാരണം ഐ വോണ്ടഡ് ടു ബി വിത്ത് മൈ ഫാമിലി. ഇനി കുറച്ച് നാളത്തേക്ക് എനിക്ക് എല്ലാവരെയും അങ്ങനെ കിട്ടത്തില്ല, അതുകൊണ്ടാണേ, സോറി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വീട്ടിൽ കുഞ്ഞുവാവകളുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക